യേശുക്രിസ്തുവിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സുബി ബേബി. ഞാൻ വരുന്നത് കൊല്ലം പട്ടാഴി എന്ന് പറയുന്ന വില്ലേജിൽ നിന്നാണ്. ഞാനൊരു നേഴ്സാണ്. 2014 ഓഗസ്റ്റ് മുതൽ ഞാൻ പുറത്തേക്ക് ഗൾഫിലേക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 2015-16 ആയപ്പോഴേക്കും പല ടെസ്റ്റുകൾ കുവൈറ്റ്, MOH, സൗദി എല്ലാം എഴുതി. പക്ഷേ എല്ലാം വലിയ വലിയ പരാജയങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു ഏജൻസിയിൽ എൻ്റെ പാസ്പോർട്ടും ഒന്ന് എക്സ്പയർ ആയ പാസ്പോർട്ടിനോടൊപ്പം തന്നെ 2 പാസ്പോർട്ട്, എൻ്റെ കുറച്ച് പൈസ ഞങ്ങൾ കുറേ പേര് ഒരു ഏജൻസിക്ക് കൊടുത്തിരുന്നു. ഞാനൊരു ഹൈദരാബാദിൽ അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലി റിസൈൻ ചെയ്ത് വിസ വന്നു എന്നും പറഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. പോകുന്നതിൻ്റെ തലേ ദിവസം അറിയാൻ കഴിഞ്ഞു അത് കള്ളത്തരമായിരുന്നു. എൻ്റെ പാസ്പോർട്ടും എൻ്റെ 2 പാസ്പോർട്ടും പൈസയെല്ലാം എനിക്ക് നഷ്ടമായി. എൻ്റെ ജീവിതം മൊത്തം പോയി എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ തിരിച്ച് അവിടേക്ക് തന്നെ ജോലിക്ക് പോകാൻ, ഹൈദരാബാദിലേക്ക് തന്നെ ജോലിക്ക് പോകാൻ ഒത്തിരി വിഷമമായിരുന്നു. കാര്യം എല്ലാവരോടും നാളെ പോകുകയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ ജോലി പോയി, എൻ്റെ പാസ്പോർട്ട് പോയി, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞാൻ വീണ്ടും ഹൈദരാബാദിലേക്ക് ജോലിക്ക് തിരിച്ചു പോയി. എൻ്റെ പപ്പയ്ക്ക് 2 മക്കളാണ്, 2 പെൺമക്കൾ. എൻ്റെ ആശ്രയത്തിലാണ് എൻ്റെ പപ്പ കഴിയുന്നത്. 2017 ഇനി ഞാൻ ഗൾഫിലോട്ട് പോകാനൊന്നും ശ്രമിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ പുതിയ പാസ്പോർട്ടൊന്നും എടുത്തില്ല. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും ഞാൻ പാസ്പോർട്ട് എടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചു. പാസ്പോർട്ട് എടുത്തു. 2017 ഡിസംബറിൽ എനിക്കിങ്ങനെ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാം. B2 ഒന്നും പാസ്സാവാൻ എന്നെക്കൊണ്ട് കഴിയില്ല, അത്ര വലിയ ബുദ്ധിയുള്ള ആളൊന്നുമല്ല ഞാൻ സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് 2 ലെവൽ പാസ്സായാൽ മതി, ആദ്യത്തെ ലെവൽ വെച്ച് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം ജർമ്മനിക്കെന്ന് പറഞ്ഞു. ഞാൻ ഡിസംബറിൽ 2017 പഠിക്കാൻ തുടങ്ങി. 2018 ഏപ്രിലിൽ ആദ്യത്തെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു ജർമ്മനിയിൽ. പക്ഷേ അതും വലിയ പരാജയത്തോടെ എൻ്റെ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ റിജക്ഷൻ വന്നു. എങ്കിലും ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചിട്ട് ഞാൻ പ്രാർത്ഥനയോടെ വീണ്ടും ഞാൻ ജർമ്മൻ പഠിച്ചു. എനിക്കറിയില്ല എന്തിനാണ് ഞാൻ പഠിക്കുന്നതെന്ന്. എൻ്റെ സ്റ്റുഡൻറ്റ് വിസ റിജക്ഷൻ വന്നു. അപ്പോൾ ഞാൻ എറണാകുളത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ കലൂർ സെൻറ്റ് ആൻ്റണീസ് പള്ളിയിൽ പോയി ഞാൻ എന്നും കുർബാന കൂടുമായിരുന്നു. അപ്പോൾ അവിടെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഈ കൃപാസനത്തിൽ പത്രം കൊണ്ടുവന്ന് അവിടെ വിതരണം ചെയ്യും. ആ പത്രം എനിക്കും കിട്ടിയിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷേ ഞാനത് തുറന്നു നോക്കാനോ അത് വെറുതെ ചുരുട്ടി മടക്കി എൻ്റെ റൂമിൽ കൊണ്ടുപോയി വെക്കും. എനിക്കറിയില്ല, ഞാനത് തുറന്നു നോക്കിയിട്ടേ ഇല്ല. പക്ഷേ അതിനുശേഷം ഞാൻ 2018 നവംബറിൽ വീണ്ടും രണ്ടാമത്തെ ലെവൽ പാസ്സായി സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വീണ്ടും അപ്ലൈ ചെയ്തു. അതും വലിയ പരാജയം. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ വിസ ഇഷ്യൂ ആയെന്ന് വിചാരിച്ചാണ് ഞാൻ ഓടി എംബസിയിലോട്ട് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ രണ്ടാമതും വിസ റിജക്ഷൻ. കാരണം അറിയില്ല. അങ്ങനെ ഞാൻ ജർമ്മൻ എംബസിയിൽ ഒരു അപ്പീൽ കൊടുത്തു. എന്താണ് എൻ്റെ വിസയ്ക്ക് റിജക്ഷൻ വരുന്നത്? അവർ പറയുന്ന എല്ലാ എലിജിബിലിറ്റിയും എനിക്കുണ്ട്. അങ്ങനെ അപ്പീൽ കൊടുത്തപ്പോൾ അവർ പറയുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പേപ്പറുകളിൽ എന്തോ അവ്യക്തതയാണ്, അതുകൊണ്ടാണ് എനിക്ക് നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. എനിക്ക് B2 പാസ്സാവാൻ എന്നെക്കൊണ്ട് കഴിവില്ല. അപ്പോഴാണ് ഞാൻ തിരുവല്ലയിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, നമ്മൾ കൃപാസനമുണ്ട്, അവിടെ പോയി നമുക്ക് ഉടമ്പടി എടുത്താൽ ദൈവം എല്ലാ കാര്യങ്ങളും നടത്തിത്തരും, അമ്മ മാതാവ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് പോവാം. പക്ഷേ എന്നാലും എൻ്റെ പുറകിൽ നിന്ന് ആരോ എന്നെ പിടിച്ചു വലിക്കുക, നീ പോകണ്ട, അവിടെ ഒന്നും ചെന്നാൽ ഒരു കാര്യങ്ങൾ നടക്കുകയല്ല എന്ന്. എന്നിട്ട് 2 ദിവസം ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്, എനിക്ക് വരാനും പ്രാർത്ഥിക്കാനൊന്നും വയ്യ, പക്ഷേ എനിക്ക് കാര്യങ്ങളൊക്കെ നടക്കണം എന്നുള്ളൊരു മനസ്സിലൊരാഗ്രഹം. പക്ഷേ എനിക്കിവിടെ വരാനോ പ്രാർത്ഥിക്കാനോ ഒന്നും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ജോസഫ് അച്ഛനൊരു മെയിൽ വിട്ടു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, തൊട്ട് പിറ്റേ ദിവസം എനിക്ക് ആ മെയിലിന് റിപ്ലൈ വരികയാണ്, ഇവിടെ നിൻ്റെ മെയിൽ ഞാൻ വായിച്ചു, നീ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനാണ് എന്നോട് ജോസഫ് അച്ഛൻ പറയുന്നത്. ഞാൻ ഇവിടെ വരാൻ വേണ്ടി തലേന്ന് എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു നമുക്ക് പോവാം. എന്നിട്ടും എൻ്റെ മനസ്സിൽ ആരോ പറയാണ് പോകണ്ട. പിറ്റേന്ന് രാവിലെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ ആ കൊച്ചിനോട് വഴക്കിട്ടു, നമുക്ക് പോകണ്ട, നമുക്ക് വേറെ പള്ളിയിൽ പോവാം, കൃപാസനത്തിൽ പോകണ്ടെന്ന്. അപ്പോൾ എനിക്ക് വേറെ വഴിയൊന്നുമില്ല. കാര്യമെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസ റിജക്റ്റായി. എൻ്റെ വീട്ടുകാരെന്നോട് പറഞ്ഞു, നീ കുറേ നാളായിട്ട് ഇങ്ങനെ നടക്കുക, ഇനി എവിടെയെങ്കിലും ജോലിക്ക് കയറി, 34 വയസ്സായി, ഇനിയും പഠിക്കുക എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല സുബി, നീ എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ. പക്ഷേ എൻ്റെ സ്വപ്നമായിരുന്നു എനിക്ക് ജർമ്മനി പോകണം എന്നുള്ളത്. എങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ B2 പാസ്സാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇവിടെ വന്നു.
ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഞാനിവിടെ ആ മാതാവിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഈ പുണ്യഭൂമിയിൽ വന്ന് കാലുകുത്തിയ നിമിഷം മുതൽ മാതാവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാനിവിടുന്ന് ഉടമ്പടി ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ വന്നത്. ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി അവിടെ രജിസ്റ്റർ ചെയ്ത് ഉടമ്പടി എടുത്ത് തിരിച്ചിറങ്ങുമ്പോൾ ഒരു 6 മാസം മുമ്പ് ജർമ്മനിക്ക് പോയ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കോള് കിടക്കുകയാണ് എനിക്ക് വാട്സപ്പിൽ. നിൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം എനിക്കൊന്ന് അയച്ചു തരണം, ഇവിടെ ഒരാളുണ്ട്, എല്ലാം ഒന്നുകൂടെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇത് നല്ലതാണല്ലോ, മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ മാതാവ് എനിക്ക് അത്ഭുതങ്ങൾ തരാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ B2 പഠിക്കുകയാണ്. അപ്പോൾ അന്നേരം B2 ഒന്നും പാസ്സാവില്ല. ഇവിടെ വന്നിട്ട് അടുത്ത പ്രെയറിന് വന്നു. മാർച്ച് 9-ാം തീയതി ഞാൻ B2വിൻ്റെ പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഒരു ധ്യാനം കൂടി ശരിക്കും കരഞ്ഞ മാതാവിനോടും കർത്താവിനോടും ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല ഞാൻ എന്തിനാണ് B2 എഴുതാൻ പോകുന്നത്, എനിക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല, എനിക്ക് B2 പാസ്സാകാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ ഹൈദരാബാദിൽ പരീക്ഷ എഴുതാൻ പോയി. അപ്പോൾ ഉടമ്പടിയിൽ എൻ്റെ കാശ് രൂപം ഈ കൊന്തമാല ഞാൻ കൈ പിടിച്ചു. എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പ് അവർ പറയുകയാണ്, കയ്യിലൊരു ബാണ്ടോ ഒരു സാധനങ്ങൾ പിടിക്കാനോ ഇത് കൊന്തമാല കൈ പിടിക്കാനോ കയ്യിലിടാനോ ഒന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ കൊന്തമാല കഴുത്തിലിടാറില്ല, എപ്പോഴും കയ്യിലാണ് പിടിക്കുന്നത്. ഞാൻ ദൈവത്തോടും മാതാവിനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊന്തമാല ഞാൻ കഴുത്തിലിട്ട് ഷാള് വെച്ച് മൂടി വെച്ചു. എന്നിട്ട് ഇതെൻ്റെ ശരീരത്തിൽ ഈ കാശ് രൂപം എൻ്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു. ഞാൻ അത്രയ്ക്ക് വിശ്വസിക്കുന്ന ഈ കാശ് രൂപം ഞാൻ ആ ശരീരത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ പരീക്ഷയ്ക്ക് കയറി. എനിക്ക് എല്ലാ മോഡ്യൂളും എനിക്ക് ബുദ്ധിമുട്ടാണ്. സ്പീക്കിങ് ആദ്യം റീഡിങ് കഴിഞ്ഞു, എല്ലാവരും 5 മിനിറ്റ് ബ്രേക്ക് കൊടുത്തപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നടന്ന് അവർ ഡിസ്കസ് ചെയ്യുക. എനിക്കൊന്നും ഡിസ്കസ് ചെയ്യാനില്ല, ഞാൻ ഇരുന്ന കസേരയിൽ തന്നെ ഇരുന്നു. അടുത്ത മോഡ്യൂൾ കഴിഞ്ഞു, ലിസണിങ് കഴിഞ്ഞപ്പോഴും എനിക്കൊന്നും പറയാനില്ല. സ്പീക്കിങ്ങിന് കയറിയപ്പോൾ സാധാരണ എക്സാമിനർ ഇങ്ങോട്ടൊന്നും സംസാരിക്കാറില്ല, നമ്മൾ അങ്ങോട്ടാണ് പറയണത്. നമുക്കൊരു തീം തരും. എനിക്കൊരു തീം തന്നു. ഞാൻ തീമിൽ സംസാരിച്ചുകൊണ്ട് ഇടയ്ക്ക് എന്നോട് എക്സാമിനർ ചോദിക്കുക, നീ എന്താ പറയുന്നത്, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഡൗൺ ആയിപ്പോയി. ഞാൻ തോറ്റു B2 പരീക്ഷയ്ക്ക്. ഇനി ഞാൻ പാസ്സാവില്ലെന്ന് ഉറപ്പായി. ഇനി എന്താണെന്ന് എനിക്കറിയില്ല. തിരിച്ച് പ്രാർത്ഥിക്കും, എന്തെങ്കിലും ഞാൻ എന്നും പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് തിരിച്ച് ട്രെയിനിൽ വരുമ്പോൾ ട്രെയിനിൽ എന്നോട് ആരോ പറയുകയാണ്, എൻ്റെ കാതിൽ വന്ന് ആരോ പറയാണ്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ നീ ഒന്ന് പോയി കാണണം. ഇനി എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന്. ഒന്നും ശരിയാവുന്നില്ല. 2014 തൊട്ട് ഞാൻ ശ്രമിക്കുകയാണ് ഒരു ജോലിക്ക് വേണ്ടി. അപ്പോൾ തൊട്ട് പിറ്റേ ദിവസം പരീക്ഷ കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ട് വീട്ടിൽ പോയില്ല, ഞാൻ ഇവിടെ വന്നു. എൻ്റെ വിശ്വാസം മുറുകെ പിടിച്ച്, അമ്മ മാതാവേ എനിക്ക് അച്ഛനെ കാണാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നു. അച്ഛൻ ഇങ്ങനെ പാസ്സായപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെയാണ് എൻ്റെ കാര്യം, എനിക്ക് എന്ത് ചെയ്യണമെന്ന്. ഞാൻ അച്ഛനെ കാണുന്നത് ഇനി ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ B2 എഴുതിയ കാര്യമോ B2വിൻ്റെ കാര്യമോ ഒന്നും ഞാൻ അച്ഛനോട് പറഞ്ഞില്ല. അച്ഛൻ വിശ്വാസ പ്രമാണം ചൊല്ലെന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചു, നീ B2 പാസ്സായോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ B2 പരീക്ഷ എഴുതിയേക്കുവാ, അതാണ് കൊച്ചേ കാര്യം. നിൻ്റെ റിസൾട്ട് വന്നോ? ഞാൻ പറഞ്ഞു, വന്നിട്ടില്ല അച്ഛാ, മാർച്ച് 30-ാം തീയതി കഴിയുമ്പോൾ എൻ്റെ റിസൾട്ട് വരും. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ മാതാവ് നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ എന്നോട് ജോസഫ് അച്ഛൻ പറഞ്ഞു. ആ ധൈര്യത്തിൽ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥനയോടെ 5:30 മണി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഇറങ്ങി രാത്രി 10 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നു. എല്ലാവരോടും പറഞ്ഞു, ജോസഫ് അച്ഛൻ പറഞ്ഞു ഞാൻ ജയിക്കുമെന്ന്. അങ്ങനെ എൻ്റെ റിസൾട്ട് വെള്ളിയാഴ്ച 4:30 മണിക്ക് എൻ്റെ റിസൾട്ട് വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ B2 പാസ്സായി. ഒത്തിരി സന്തോഷം. അതിനോടൊപ്പം തന്നെ എനിക്ക് ഭയങ്കരമായ തലവേദനയാണ്. ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡ് ഉള്ളവർക്കറിയാം, ട്രെമഡോൾ എന്ന് പറയുന്ന ടാബ്ലറ്റാണ് ഞാൻ തലവേദനയ്ക്ക് കഴിക്കാറുള്ളത്. ട്രെമഡോൾ കഴിച്ചാൽ മാത്രം എപ്പോഴും എൻ്റെ ബാഗിൽ ട്രെമഡോളും ഉണ്ട്, വിക്സും ഉണ്ട്. എവിടെ പോയാലും എൻ്റെ വീട്ടുകാർ എന്നെ ഒന്നിനും കൊണ്ടുപോകത്തില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് പോയാൽ സുബിക്ക് തലവേദന, ഒരു നല്ല കാര്യത്തിന് പോയാൽ സുബിക്ക് തലവേദന, ഒരു യാത്രയ്ക്ക് പോയാൽ സുബിക്ക് തലവേദന. അതുകൊണ്ട് എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എൻ്റെ വീട്ടുകാർ പറയും, സുബി നീ ഇപ്പോഴേ തലവേദനയ്ക്ക് ടാബ്ലറ്റ് കഴിച്ചോളാൻ. ഞാൻ ഛർദ്ദിക്കത്തൊന്നുമില്ല, പക്ഷെ ഭയങ്കര തലവേദനയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ അവിടെ ഇരുന്ന് അച്ഛൻ ഒരു ദിവസം ധ്യാനം കൂടിയപ്പോൾ, ആദ്യത്തെ ദിവസമാണ് ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ പറയുകയാണ്, തലവേദനയുള്ളവർ തലേ കൈവെക്കാൻ. ഞാൻ അപ്പോൾ തലേ കൈവച്ചു, പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് പോകുമ്പോൾ തലവേദനയൊന്നും അനുഭവപ്പെട്ടില്ല. ഞാൻ ഹൈദരാബാദിൽ അന്ന് ഞാൻ വീട്ടിൽ ചെന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ ട്രെമഡോൾ കയ്യിലിരുന്ന ടാബ്ലറ്റ് ഞാൻ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ അമ്മ മാതാവേ ഇനി ഞാൻ ഈ ഗുളിക യൂസ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഹൈദരാബാദിൽ പോകുമ്പോൾ ശക്തമായ തലവേദന. ഞാൻ വിചാരിക്കുക ട്രെയിനിൻ്റെ അത് വലിച്ചു നിർത്തണം, എനിക്ക് അതുപോലെ തലവേദന, തല പൊട്ടിപ്പോന്നു. എന്നിട്ട് ഞാൻ ഗുളിക ഒന്നും കഴിച്ചില്ല, എൻ്റെ കയ്യിൽ ടാബ്ലറ്റ് ഇല്ല.
പക്ഷേ അപ്പോൾ ഉടമ്പടിയുടെ തൈലം തേച്ച് ഞാനിങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പെട്ടെന്ന് എനിക്കൊരു ഛർദിൽ വന്നു. എന്തോ ഛർദിച്ച് എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വെയിലൊന്നും കൊണ്ടില്ല അന്ന്. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് തലവേദനയോ തലയ്ക്കൊരു പ്രശ്നമോ എത്ര ദിവസം ഉറക്കമിളച്ചാലോ എനിക്ക് ഒരു പ്രോബ്ലവും വന്നിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ കുടുംബത്തിൽ സിസ്റ്റർ എന്ന് സങ്കടം കരച്ചിലാണ്. സിസ്റ്ററിൻ്റെ കുടുംബത്തിൽ കുടുംബകാലം എന്തെങ്കിലും പറഞ്ഞ് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് എന്നും വഴക്കിട്ടുകൊണ്ടിരിക്കും. അവൻ ഗൾഫിലാണ്, സിസ്റ്റർ നാട്ടിലും. എന്നും വഴക്കാണ്. ഞാൻ ഇവിടുത്തെ ഉടമ്പടിയിൽ എഴുതി വെച്ചിരുന്നു, അവർക്ക് സന്തോഷം കൊടുക്കണേ, സമാധാനം കൊടുക്കണേ എന്ന്. അവരടുത്ത വ്യാഴാഴ്ച അവൻ ഒത്തിരി സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. ഒരു വഴക്കുമില്ല. അടുത്ത വ്യാഴാഴ്ച എൻ്റെ സിസ്റ്ററും കുടുംബവും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ഷാർജയിലേക്ക്. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ പപ്പയും മമ്മിയും കർഷകരാ. പശു കുഞ്ഞുനാൾ മുതൽ ഞാൻ കാണുന്ന എൻ്റെ വീട്ടിൽ എന്നും പശുവുണ്ട്, ഒത്തിരി പാല് തരുന്ന പശുക്കളുണ്ട്. അതിനെ വളർത്തി എൻ്റെ പപ്പയും മമ്മിയും ജീവിക്കുന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം 18 ലിറ്റർ പാല് തരുന്ന ഒരു പശു പെട്ടെന്ന് വീഴുക. ഒരു മാസമായി ഇപ്പോൾ വീണിട്ട്. മമ്മി എന്നെ വിളിച്ച് പറഞ്ഞു, സുബി ഇതുപോലെ നമ്മുടെ പശു വീണു, പശുവിന് എഴുന്നേൽക്കുന്നില്ല. ഞാനപ്പോൾ പറഞ്ഞു, അമ്മേ കൃപാസനത്തിൽ എണ്ണ കൊണ്ടുപോയി പശുവിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനും ചെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ പശുവിൻ്റെ അടുത്ത് പോയിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പശു എഴുന്നേറ്റു, സുഖം പ്രാപിച്ചു വരുന്നു. രക്തത്തിന് കട്ടി കുറയുന്ന രോഗമാണെന്നാണ് ഡോക്ടർമാരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അത് തന്നെ ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു. മമ്മി എന്നോട് പ്രത്യേകം പറഞ്ഞു വിട്ടതാണ്, ഇവിടെ വന്ന് നിൻ്റെ സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ അതുകൂടെ പറയണം. പൂർണ്ണമായ സൗഖ്യം ആ കന്നിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഉണ്ണി ഈശോയ്ക്കും 1000 നന്ദി.